ദൈവത്തിന് സ്തുതി. ഞാനിന്ന് പറയുന്നത് ദൈവവാക്യങ്ങൾ, ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. യേശുവിൻ്റെ കാര്യങ്ങൾ. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുകിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം ഞാൻ ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്? ഹൃദയം എങ്ങനെ തുറക്കും? ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കും, ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഹൃദയം തുറന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന്. നിൻ്റെ ഹൃദയത്തിലാണ് എന്ത് നിക്ഷേപം എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ഹൃദയം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ വേറൊരു ചേട്ടനോട്, ചേട്ടാ സുഖമാണ്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. വേറൊരു വ്യക്തിയോട് പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ എവിടെയോ കണ്ടു കഴിഞ്ഞാലും വൈക്കിലോ എവിടെ വെച്ച് കണ്ടാലും ചിലപ്പോൾ ഒരു ഏഷണി പറയുന്ന സ്വഭാവം എനിക്കുണ്ടെങ്കിൽ, ചേട്ടാ ആ ചേട്ടത്തി അത്ര നല്ലതല്ല, അല്ല ചേട്ടൻ അത്ര നല്ലതല്ല, ആളത്ര അടുപ്പിക്കേണ്ട എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ കാരണം എന്താ? അതെൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരേ നാവിൽ നിന്നാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേയും ചെല്ലുന്നതും അതേ നാവിൽ നിന്ന് നമ്മൾ കുറ്റവും പറയുന്നു. അപ്പോൾ ഒരു ഹൃദയത്തിൽ എന്താണോ വസിക്കുന്നത് അത് അതരത്തിലൂടെ പുറപ്പെടും. ഇതുകൊണ്ട് നമ്മുടെ ഹൃദയമാണ് വിശുദ്ധീകരിക്കണം. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കണം, അല്ലാതെ ദൈവം നേരിട്ട് വന്ന് ആദ്യം നിയന്ത്രിക്കില്ല. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആഗ്രഹം, ഒരു തീരുമാനം. നമ്മളൊരപ്പൻ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം പിടിക്കുക, അപ്പം എനിക്കൊരു 14 രൂപ വേണം, എനിക്കൊരു മൊബൈൽ വാങ്ങണം. അപ്പം പറഞ്ഞ് എൻ്റെ കയ്യിൽ കാശില്ല, പക്ഷെ അപ്പൻ്റെ കയ്യിൽ കാശുള്ള കാര്യം നമുക്കറിയാം. അപ്പം എനിക്ക് 10,000 രൂപ നിർബന്ധമായിട്ടും വേണം. അപ്പൻ്റെ പോക്കറ്റിൽ പൈസ ഇരിക്കുന്നതോ അല്ലെ ഞാൻ കണ്ടതാണ്. അപ്പോൾ അപ്പൻ അത് തരാത്തത് കൊണ്ട് എനിക്ക് അപ്പനോട് ഭയങ്കര വാശിയാണ്. എന്തിനും എനിക്ക് ഫോൺ കിട്ടണം, അതിന് വാശി പിടിക്കുകയാണ് ഞാൻ. ജീവിതത്തിൽ ഭക്ഷണം ഞാൻ കഴിക്കില്ല, എനിക്കൊന്നും വേണ്ട, ഞാനിങ്ങനെ ചാകും. എവിടെയാണ് ഈ വാശി കിടക്കുന്നത്? ആ 10,000 കിട്ടാൻ വേണ്ടിയത് അപ്പൻ്റെ കയ്യിലുണ്ട് എന്നറിയാം. അപ്പം നമ്മൾ വാശി പിടിക്കുന്നത് എന്തിന്? അനാവശ്യമായ കാര്യത്തിന്. അപ്പം കാശ് തരില്ല, അപ്പന് അറിയാം ഇതെന്തിനും മകന് കൊടുക്കണം, അത്യാവശ്യത്തിനാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ ഹൃദയത്തിൽ നിന്നും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ, നന്മ നമ്മുടെ ഉള്ളിൽ വേണമെങ്കിൽ തിന്മയോട് നമുക്കൊരു വാശി വേണം. ഞാൻ തെറ്റ് ചെയ്യില്ല, എൻ്റെ ദൈവത്തെ മറന്ന് ഞാനൊരു തെറ്റും ചെയ്യില്ല എന്ന് ഉറപ്പുള്ളൊരു തീരുമാനം വേണം. അതിനൊരു വാശി വേണം. ഈ വാശി വേണമെങ്കിൽ നമുക്ക് വിശ്വാസം വേണം. വിശ്വാസം വേണമെങ്കിൽ ദൈവത്തിന് വചനം വായിക്കണം, പഠിക്കണം. വചനം ഉള്ളിൽ പഠിച്ച് എഴുതി പഠിക്കണം. എങ്കിൽ വിശ്വാസമുണ്ടാവും. വിശ്വാസമുണ്ടെങ്കിലോ പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി